പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മാർച്ച് മാസം 27 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞ് എല്ലാവരും, ആരും മൗനമായിരിക്കാതെ എല്ലാവരുടെയും കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി കാത്തുപരിപാലിച്ചില്ലേ? കരങ്ങൾ ഉയർത്തിയത് കർത്താവിന് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കരം ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കരം ഉയർത്തി പിടിച്ച കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന വൻ കൃപയെ ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. താങ്ക് യു ലോർഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും കർത്താവ് നമുക്ക് കൃപ തന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാത്തിനും കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഇതുവരെ നമ്മളെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്ക് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ, നന്ദി പറയുന്നു. 18-ാം സങ്കീർത്തനം പറഞ്ഞു, എൻ്റെ ബലമായ യഹോവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനെ കരങ്ങൾ ഉയർത്തി പറ, അങ്ങൻ്റെ ബലമായ കർത്താവ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഒരിക്കലൂടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, അങ്ങൻ്റെ ബലമായ കർത്താവ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഒന്നുകൂടെ കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ ബലമായ കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവിൻ്റെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. രോഗബന്ധനങ്ങൾ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, സ്കിന്നിൻ്റെ പ്രോബ്ലം, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ആ ഡ്രൈ സ്കിൻ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ആ സ്കിൻ ഡ്രൈനെസ് മാറി അവർക്ക് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്കിൻ യേശുവിൻ നാമത്തിൽ കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ജോലിയില്ലാത്തവരെ അനുഗ്രഹിക്കുന്ന ഈ പ്രഭാതത്തിൽ വഴികൾ തുറന്നു വരട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവിന് വേലയിലായിരിക്കുന്ന ദൈവദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിനെ ആദരിക്കണം, മാനിക്കണം. അവരെവിടെയാണെങ്കിലും അങ്ങയുടെ ദൈവിക സംരക്ഷണം അവർക്കുണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ പ്രത്യേകിച്ച് ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നാളത്തെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ, മഹത്വപൂർണ്ണമായി തീരട്ടെ. വലിയ ആത്മപ്രവൃത്തി നടക്കുവാൻ കർത്താവ് ഇടവരുത്തണം. ദൈവശക്തി വ്യാപരിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വം പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുവാൻ ഇടവരട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷേ നാളെ കർത്താവ് അനുവദിച്ച രാവിലെ, ആമേൻ, ഇന്ത്യൻ സമയം, ആമേൻ, 8:15 രാവിലെ 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കണം. ഇന്നത്തെ ദിവസം അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ദിവസമാണ്. ആമേൻ. ഇന്ന് ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. ആമേൻ. എന്നിട്ട് വളരെ മനസ്സിനകത്ത്, ഹൃദയത്തിനകത്ത് വളരെ പ്രതീക്ഷ വെക്കുക. കർത്താവ് നാളത്തെ സഭായോഗത്തിൽ ഞങ്ങളുടെ നടുവിൽ അത്ഭുതം ചെയ്യും. എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യും. എൻ്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യും. ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയണം. ഞാൻ വളരെ പ്രതീക്ഷയോടെ നിൽക്കുക. നാളത്തെ സഭായോഗത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് വലിയ അത്ഭുതമാണ്. നമുക്കറിയാമല്ലോ, രക്തസ്രവമുള്ള സ്ത്രീ ആമേൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പിലെങ്കിലും തൊടാൻ കഴിഞ്ഞാൽ ഞാൻ സൗഖ്യമാകും. ഇതുപോലെ നമ്മളും പ്രതീക്ഷയോട് ഇന്ന് കാണുന്നവരോടൊക്കെ പറഞ്ഞു, നാളെ ഞങ്ങൾക്ക് സഭായോഗമുണ്ട്,
ഞാൻ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം സഭയുടെ മധ്യേ ഞങ്ങളുടെ കർത്താവ് ഇറങ്ങി വരും. കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞു, നിങ്ങൾ 2 or 3 പേരുടെ നാമത്തിൽ കൂടിയാൽ ഞാൻ നിങ്ങളുടെ നടുവിൽ വരും. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷയോടെ സഭായോഗത്തിന് പോകുന്നത് എന്ന് പറയാൻ നമ്മൾ ധൈര്യം കാണിക്കണം. അവിടെയാണ് വിശ്വാസം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നാളത്തെ സഭായോഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങി വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആമേൻ. അവിടെ പറയുന്നു, ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും. അതിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നു, ദൈവമത്രേ വളരുമാറാക്കിയത്. അപ്പോൾ വളർത്തുന്നത് ദൈവമാണ്. ആമേൻ. നമ്മൾ അവിടെ നമുക്കറിയാം അവിടുത്തെ സാഹചര്യം. അവിടെ പൗലോസിൻ്റെ പക്ഷം, അപ്പല്ലോസിൻ്റെ പക്ഷം എന്നൊക്കെ പറഞ്ഞ് പല പക്ഷങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും പറയാൻ കഴിയണം, എല്ലാം ദൈവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ആമേൻ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ അത് ചെയ്തത്, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, നമ്മൾ ഒന്നിലും അഭിമാനം എടുക്കുവാനോ പ്രശംസിക്കാനോ പോകല്ലേ. വളർത്തുന്നത് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നത് ദൈവമാണ്. നമ്മളിങ്ങനെ സദൃശവാക്യത്തിലൊരു വാക്യമുണ്ട്, യുദ്ധ ദിവസത്തിനായി കുതിരയെ ചമയിക്കുന്നു, എന്നാൽ ജയമോ ദൈവത്തിൻ്റെ പക്കൽ. അപ്പോൾ നമുക്ക് ട്രെയിൻ ചെയ്തു അല്ലെങ്കിൽ കുതിരയെ ഞാൻ അഭ്യസിപ്പിച്ചെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ജയം തരുന്നത് ദൈവമാണ്. അവൻ സമയമാകുമ്പോൾ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? സമയമാകും കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം ജയം തരുന്ന ആരാ? ദൈവത്തിന് മാത്രമേ ആ എൻഡ് റിസൾട്ട് നമുക്ക് തരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മളും പറയണം, ഞാനല്ല ചെയ്യുന്നത്, ദൈവമാണ് വളർത്തുന്നത്. ഏത് കാര്യമാണെങ്കിലും, നിങ്ങളുടെ കുഞ്ഞുങ്ങളായാലും നിങ്ങളുടെ ജോലി ആയാലും നിങ്ങളുടെ ബിസിനസ് ആയാലും മിനിസ്ട്രി ആയാലും എല്ലാത്തിനകത്തും നമുക്ക് ആ ഒരു വലിയ 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 അഭിമാനത്തോടെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പറയണം, നോ, ദൈവമാണ് വളർത്തുന്നത്, ദൈവമാണ് ഉയർത്തുന്നത്, ദൈവമാണ് മാനിക്കുന്നത്. ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവ്. ചിലർ പറയും, ഞാൻ എൻ്റെ കൊച്ചിനെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ പറയൽ. ആമേൻ. നമ്മളെ ദൈവം ഉപയോഗിച്ചു, പക്ഷെ ദൈവമാണ് വളർത്തിയത്. നമ്മളെക്കാളും ശ്രദ്ധയോടെ കൊച്ചുങ്ങളെ നോക്കി എത്രയോ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ അവിടെയും ദൈവം നമുക്ക് തന്നില്ലേ? അപ്പം എന്നെ പറയുന്നത്, ദൈവമാണ് വളർത്തുന്നത്, ദൈവമാണ് നടത്തുന്നതെന്ന് പറയാൻ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. അതുകൊണ്ട് മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാത്തിനകത്തും പറയണം, ഞാനല്ല, ദൈവമാണ് ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നത്, ഇതുവരെ എത്തിച്ചത് ദൈവം, ഇനി എത്തിക്കുന്നത് ദൈവം, ഇനി എത്തിക്കാൻ പോകുന്നതും ദൈവമാണ്. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ യോഗ്യതയല്ല, ഞങ്ങളുടെ മിടുക്കല്ല, ദൈവമാണ് ഞങ്ങളെ എത്തിച്ചത്, അല്ലെങ്കിൽ വളരുമാറാക്കിയത് ദൈവം. എല്ലാവരും ഓർക്കണം കേട്ടോ. നമുക്കൊരിക്കലും നമ്മളെക്കാളും വലിയ വലിയ കൃഷിക്കാരുണ്ട്, വലിയ കൃഷിക്കാർ. അവർ രാവും പകലും കൃഷിത്തോട്ടത്തിൽ ഓടി നടന്നു, പല രീതിയിൽ കൃഷി ചെയ്തു, അവർ വിതച്ചു, അവർ അതിനു വേണ്ടുന്ന ടേക്ക് കെയർ എല്ലാം ചെയ്തു. പക്ഷേ ഹാർവെസ്റ്റിന് തൊട്ട് മുമ്പ് ഒരു വെള്ളപ്പൊക്കം വന്നു, ഉള്ള കൃഷിയെല്ലാം നശിച്ചു പോയി. വല്ല അഭിമാനം പറയാനുണ്ടോ? ഇല്ല. പക്ഷേ ഹാർവെസ്റ്റ് തന്നതാരാ? ദൈവമാണെന്ന് പറയണം. അപ്പം ഒന്നിനും ഒരു കുഴപ്പവും വരാതെ അതിൻ്റെ എൻഡ് റിസൾട്ട് വരെ, അതിൻ്റെ അവസാനം വരെയും ആൽഫയും ഒമേഗയുമായവനാണ് നമ്മളെ എത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയണം, വളർത്തുമാറാക്കിയത് ദൈവം, ആ നല്ല റിസൾട്ട് തന്നത് ദൈവം, നമ്മളെ ഇവിടെ വരെ എത്തിച്ചത് ദൈവം, കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നത് ദൈവം. ഇത് പറയുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. കാരണം ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞ്, ദൈവമാണ് വളരുമാറാക്കുന്നത്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.